നിങ്ങളുടെ റൊമാൻറ്റിക് സ്റ്റോറി കേൾക്കാനും നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. അതെ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? അർച്ചന എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ കാണുന്നത്? എപ്പോഴായിരുന്നു എന്താ പറയാ ആദ്യ കാഴ്ച? അതെ, ഞാൻ ചെറുതിലെ ഏട്ടനെ കണ്ടിട്ടുണ്ട് ഒരു പ്രോഗ്രാമിന് 8th പഠിക്കുമ്പോൾ. അപ്പം അത് അന്ന് കോണ്ടാക്ട് ഒന്നും എന്നോട് വന്ന് സംസാരിച്ച പോലും ഇല്ല. പിന്നീട് ഒരു പ്രോഗ്രാമിന്, ഒരു ദുബായ് പ്രോഗ്രാമിന് ആളെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സത്യത്തിൽ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി നോക്കിയിരിക്കുന്ന സമയമായിരുന്നു. അപ്പത്തേക്കിന് ആൾ എന്നെ കോണ്ടാക്ട് ചെയ്തു. ഞാൻ അങ്ങനെ സംസാരിച്ചിടയ്ക്ക് വീട്ടിലൊക്കെ വന്നു. അങ്ങനെ ഇഷ്ടമായി. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അങ്ങനെ ഇഷ്ടമായെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ സമയം ആള് ക്യാമ്പിലാണ്. അപ്പം ഫ്രണ്ട്സ് NCCയുടെ ക്യാമ്പ് നടക്കുക. അപ്പൊ ക്യാമ്പിൽ നിൽക്കുമ്പം ഫ്രണ്ട്സിന്റെ അടുത്ത് വരുന്നത് ആ കോഴി ഫോൺ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞപ്പോ കല്യാണത്തിന് മുമ്പ് വിളിക്കുവേ, ശല്യം പോലെ വിളിക്കുമായിരുന്നു. ലാസ്റ്റ് നമ്മളൊരു ഷോ എടുത്തു കഴിഞ്ഞാൽ ഉത്തരവാദിത്തം എന്നും വൈകിട്ട് ഒരേ കാര്യം പറയാനായിട്ട് വിളിക്കും. അപ്പൊ ഞാൻ ഇന്ന് എന്ത് കാര്യമാണത്? ഐ ലവ് യു. ഷോ നന്നാണല്ലോ. എന്റെ ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഞാൻ ഇതേപോലെ ഷോ നന്നാവും പലരും വിളിച്ചിട്ട്. എനിക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ വീട്ടുകാർ അറിഞ്ഞപ്പോ എന്താണ് പ്രതികരണം? റിലേഷൻഷിപ്പിലാണെന്നൊന്നും അറിയത്തില്ല. പക്ഷെങ്കിൽ ഇങ്ങനെ വരുമ്പോ അച്ഛക്കും ഒക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്താ അവനിങ്ങനെ ഇടയ്ക്ക് വീട്ടിൽ വരുന്നേന്നൊക്കെ. അപ്പം വിളിക്കുമ്പോഴേ ഭയങ്കര ഹസ്കിയായിട്ട് ഹലോ അർച്ചന. കാരണം മനസ്സിലായി പ്രോഗ്രാമിന്റെ കാര്യം പറയാനാണല്ലോ ഹലോ അർച്ചന. പക്ഷെ എനിക്ക് ആളുടെ ടോണും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ സംസാരിച്ച് എനിക്ക് വയ്യ. ജീവിതമേ ഒരു ഹസ്കി യാത്രയായി. ഇപ്പൊ ഹസ്കി സോങ്സ് ഹസ്ബൻഡിന് വേണ്ടി പാടി കൊടുക്കുന്നു അല്ലേ? വീട്ടിലൊരു സൈബീരിയൻ ഹസ്കിയും കൂടെ വാങ്ങിച്ച കറക്റ്റ്. ഞാൻ പറയാൻ